ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും വിസ്മയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള തമിഴ്നാട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പോടെ പുതിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വെള്ളിത്തിരയിലെ സൂപ്പർ താരം സി ജോസഫ് വിജയ് എന്ന ദളപതി തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയൊരു ശക്തി സമവാക്യത്തിന്റെ ഉദയം കൂടിയാണ്. എന്നാൽ അധികാരമേറ്റതിനൊപ്പം തന്നെ ചർച്ചയാകുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അമ്പരപ്പിക്കുന്ന സ്വത്ത് വിവരങ്ങളാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തമിഴ്നാട് നിയമസഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികരായ ജനപ്രതിനിധികളുടെ സഭയായി മാറിയിരിക്കുന്നു. തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും സമ്പന്നനായ MLA എന്ന പദവി ഇത്തവണ AADMK പ്രതിനിധിയായ ലീമ റോസ് മാർട്ടിനാണ്. ലോട്ടറി രാജാവെന്ന് വിശേഷിക്കപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയായ ലീമ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. ലാൽഗുഡി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇവരുടെ ആസ്തി വിവരങ്ങൾ കേട്ടാൽ ആരും അമ്പരക്കും. 5863 കോടി രൂപയുടെ ആസ്തിയാണ് ലീമ റോസ് മാർട്ടിനുള്ളത്. മാർട്ടിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടർ കൂടിയായ ഇവർ സഭയിലെ മൊത്തം MLA-മാരുടെ ആസ്തിയുടെ പകുതിയിലധികം ഒറ്റയ്ക്ക് കൈവശം വെച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള വ്യക്തിയും ലീമ റോസ് തന്നെയാണ്. 340 കോടി രൂപയുടെ കടബാധ്യതയാണ് ഇവർ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. പട്ടികയിൽ 2ാം സ്ഥാനമുള്ളത് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആണ്. 649 കോടി രൂപയുടെ ആസ്തിയുമായാണ് പേരാമ്പൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം സഭയിലെത്തിയത്. തന്റെ സിനിമാ ജീവിതത്തിലൂടെ ആർജിച്ച സമ്പത്തും നിക്ഷേപങ്ങളും വിജയെ സഭയിലെ കരുത്തനായ സാമ്പത്തിക സാന്നിധ്യമാക്കി മാറ്റുന്നു. 3ാം സ്ഥാനത്തുള്ളത് വിജയുടെ പാർട്ടി ടിക്കറ്റിൽ വില്ലിവക്കത്ത് നിന്നും വിജയിച്ച ആദവ് അർജുനയാണ്. 534 കോടി രൂപയുടെ ആസ്തിയുള്ള ഇദ്ദേഹം സാന്റിയാഗോ മാർട്ടിന്റെ മകളുടെ ഭർത്താവാണെന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ TVKയിൽ വലിയൊരു സാമ്പത്തിക വൈരുദ്ധ്യം കാണാൻ സാധിക്കും. കോടീശ്വരന്മാരായ നേതാക്കൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദരിദ്രരായ ജനപ്രതിനിധികളും ഈ പാർട്ടിയിലുണ്ട്. വെറും 33,000 രൂപയുടെ മാത്രം ആസ്തിയുമായാണ് താഹിറ സഭയിൽ ഇരിക്കുന്നത്. വിജയുടെ ആരാധന സംഘടനയായ വിജയ് മക്കൾ ഇയക്കം വഴി രാഷ്ട്രീയത്തിലെത്തിയ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സഭയിൽ മാറുന്നു. 1.96 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമുള്ള ശിവകുമാർ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്. ഈ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആളുകളെയും ഒരേ പാർട്ടിയിൽ അണിനിരത്താൻ കഴിഞ്ഞുവെന്നത് വിജയുടെ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആസ്തി കുറഞ്ഞവരിൽ 3ാം സ്ഥാനത്തുള്ളത് CPI MLA ആയ K മാരിമുത്തുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തമിഴ്നാട് MLA-മാരുടെ ശരാശരി ആസ്തിയിലുണ്ടായ വർധനവും ഞെട്ടിക്കുന്നതാണ്. 2021 സാമാജികരുടെ ശരാശരി ആസ്തി 12.27 കോടി രൂപയായിരുന്നെങ്കിൽ 2026 അത് 48.35 കോടി രൂപയെ വർദ്ധിച്ചു. അതായത് ഏതാണ്ട് 4 ഇരട്ടി വർധനവ്. വിവിധ പാർട്ടികളുടെ ശരാശരി ആസ്തി ഇവയാണ്. അണ്ണാ DMK ശരാശരി 152.89 കോടി രൂപ. തമിഴക വെട്രി കഴകം 107 MLA-മാരുടെ ശരാശരി ആസ്തി 27.09 കോടി രൂപ. DMK 59 MLA-മാരുടെ ശരാശരി സമ്പാദ്യം 14.34 കോടി രൂപ. കോൺഗ്രസ് ശരാശരി 17.81 കോടി രൂപ. CPM ഏറ്റവും കുറഞ്ഞ ആസ്തി ശരാശരി 68 ലക്ഷം രൂപ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തമിഴകത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ്. വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷമായ DMK തളയ്ക്കാൻ AADMK പോലുള്ള ഒരു വിഭാഗം കൈകോർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുതിർന്ന നേതാവ് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം വിജയ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. DMK-യോടുള്ള കടുത്ത രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ അപ്രതീക്ഷിത സഖ്യത്തിന് പിന്നിലെ പ്രധാന കാരണം. DMK അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ ഞങ്ങൾ ആരുമായും കൈകോർക്കും എന്ന ഷൺമുഖത്തിന്റെ നിലപാട് തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ ഗ്രൂപ്പുകൾക്ക് വഴി തുറന്നു. ഇത് വിജയുടെ ഭരണത്തിൽ തുടക്കം തന്നെ ഒരു സുരക്ഷിത താവളം ഒരുക്കി നൽകിയിരിക്കുകയാണ്. 4 ദിവസത്തെ ഉദ്യോഗഭരിതമായ ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ഒടുവിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വിജയുടെ ആദ്യ പ്രസംഗം തന്നെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സാധാരണ ഒരു സഖ്യകക്ഷി ഭരണത്തിലോ ജനാധിപത്യ സംവിധാനത്തിലോ കാണാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ഞാനല്ലാതെ മറ്റൊരു അധികാര കേന്ദ്രം ഇവിടെ ഉണ്ടാകില്ല, ഞാൻ മാത്രമായിരിക്കും ഏക അധികാര കേന്ദ്രം. ഈ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സിനിമയിലെ വൺ മാൻ ഷോ ഭരണത്തിലും ആവർത്തിക്കാനാണോ വിജയ് ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. എന്നാൽ തന്റെ ഭരണത്തിൽ അഴിമതിയും തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കടുത്ത നിലപാടെന്ന് വിജയ് അനുകൂലിക്കുന്നവർ വാദിക്കുന്നുണ്ട്. സഭയിലെ ഏറ്റവും സമ്പന്നരായ ലീമ റോസും ആദവ് അർജുനയും ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടവരാണെന്നത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. മാർട്ടിൻ ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് നിയമസഭയുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾ സഭയിലെത്തിയതും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം. തമിഴ്നാട് നിയമസഭ ഇന്ന് സമ്പന്നരുടെയും പുതുമയുടെയും സംഗമ സ്ഥാനമാണ്. ഒരു വശത്ത് കോടികൾ ആസ്തിയുള്ള ലീമ റോസും മുഖ്യമന്ത്രി വിജയും മറുവശത്ത് വെറും 33,000 രൂപ മാത്രം കയ്യിലുള്ള
താഹ്രെ പോലുള്ളവരും. ജനവിധി ഇത്തവണ താരപദവിക്കൊപ്പം തന്നെ സാധാരണക്കാരന്റെ പ്രതീക്ഷകളെയും സഭയിൽ എത്തിച്ചിട്ടുണ്ട്. എങ്കിലും ശരാശരി ആസ്തിയിലുണ്ടായ 4 ഇരട്ടി വർധനവ് ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. രാഷ്ട്രീയം ഒരു സേവനം എന്നതിലുപരി ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി മാറുന്നുണ്ടോ എന്ന ചോദ്യം ഇത് ഉയർത്തുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയുടെ മുന്നിലുള്ളത് ഹിമാലയൻ വെല്ലുവിളികളാണ്. തമിഴ് ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും തന്റെ പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത ധ്രുവങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിയുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും. ഏക അധികാര കേന്ദ്രം എന്ന പ്രഖ്യാപനം ഒരു ശക്തനായ ഭരണാധികാരിയുടെ അടയാളമാകുമോ അതോ ജനാധിപത്യ വിരുദ്ധമായ ഒരു ശൈലിയുടെ തുടക്കമാകുമോ എന്നതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്.